ഒരിക്കൽ ഒരു സഹാബി നബി തങ്ങളുടെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, പൊന്നാരൻ നബിയെ, എനിക്ക് മഹ്ശറെ നിങ്ങളൊന്ന് കാണണം, ഇനി ഞാൻ എവിടെ തെരഞ്ഞോക്കുണ്ട് എന്ന് ചോദിച്ചു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നന്മതിന്മകൾ എഴുതിയ ഏടുകൾ വിതരണം ചെയ്യുന്ന സ്ഥലത്ത് വെച്ച് എന്നെ കാണാമെന്ന് പറഞ്ഞു. ആ സഹാബി ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, അവിടെ കണ്ടില്ലെങ്കിൽ ഞാൻ എന്താ കാട്ടുക എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അത് തൂക്കുന്ന മീസാൻ എന്ന തുലാസിന്റെ അടുക്കൽ വെച്ച് കാണാമെന്ന് പറഞ്ഞു. അദ്ദേഹം ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, അവിടെയും കണ്ടില്ലെങ്കിൽ ഞാൻ എന്താ കാട്ടുക എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, ഹൗലുൽ കൗസർ എന്ന പാനീയം മുക്കി കൊടുക്കുന്ന സ്ഥലത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞു. അദ്ദേഹം ചോദിച്ചു, പൊന്നാർ നബി, എനിക്ക് എന്തായാലും നിങ്ങളെ കാണാതിരിക്കാൻ പറ്റൂല, അവിടെയും കണ്ടില്ലെങ്കിൽ ഞാൻ എവിടെ നോക്കണ്ടത് എന്ന് ചോദിച്ചോ. പറഞ്ഞു, സഹാബ, സിറാത്ത് പാലം കിടക്കുമ്പോൾ നിങ്ങൾ എന്നെ കാണാതെ പോകൂല എന്ന് പറഞ്ഞു. ഓരോ മനുഷ്യനും കിടക്കുമ്പോ അല്ലാഹുമ്മ സല്ലിം സല്ലിം, പഠിച്ചോനെ ഓനാണ് കഴിച്ചിലാക്ക് എന്ന് പറഞ്ഞു കണ്ട് നിൽക്കുന്ന 15 മിനിറ്റ് 30 മിനിറ്റ് ഒരാളെ കാത്തു നിൽക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റൂല. ഇവിടെ നിൽക്കട്ടോ, ഒരു 15 മിനിറ്റ് അപ്പൊ വരട്ടോ പറഞ്ഞാൽ എന്നാ പിന്നെ ഇജ് വന്നിട്ട് വിളിക്കട്ടോ അറിയും. നമുക്കൊരു 15 മിനിറ്റ് ഒരാളെ കാത്തിക്കാൻ പറ്റൂല, ഒരു 30 മിനിറ്റ് ഒരാളെ കാത്തിക്കാൻ പറ്റൂല. മഹ്ശർ എന്ന് പറയുന്നത് ഏറ്റവും ചുരുങ്ങിയത് 50,000 വർഷമാണ്. മഹ്ശറ എന്ന് പറഞ്ഞത് ചുരുക്കി കൂട്ടിയാൽ 50,000 കൊല്ലാണ്. 50,000 കൊല്ലം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിറാത്ത് പാലത്തിന്റെ അടുക്കൽ നമ്മളെയും കാത്തു നിൽക്കും. അങ്ങനെ നബിക്ക് മാത്രമേ കഴിയുള്ളൂ, വേറെ ആർക്കും കഴിയൂല. ഇതൊക്കെ കുട്ടികളെ പഠിപ്പിച്ചാൽ ഈമാൻ തെറ്റൂല. ഈമാൻ പോണേന് ആകെ ഒരു കാര്യമേ ഉള്ളൂ, മുഹമ്മദ് നബിനെ പഠിപ്പിക്കാത്തതാണ് ഈമാന്റെ പ്രശ്നം സല്ലല്ലാഹു അലൈഹി വസല്ലം. വിമർശകന്മാരൊക്കെ മുഹമ്മദ് നബിനെ വിമർശിക്കുക, ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി മുഹമ്മദ് നബിനെയാണ്. കാരണം ഇസ്ലാമിന്റെ തെളിവ് മുഹമ്മദ് നബിയാണ്. ഖുർആനാകുന്നു എന്നതിന്റെ തെളിവ് മുഹമ്മദ് നബി റസൂലാണ് എന്നതാണ്. അല്ലെ ഖുർആനാണെന്നുള്ളതിന് എന്ത് തെളിവുള്ളത്? പരിശുദ്ധ ഖുർആനാകുന്നു എന്നതിന്റെ തെളിവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലാകുന്നു എന്നതാണ്. അതുകൊണ്ട് നബിതങ്ങളിൽ വിശ്വാസം വന്നാലേ ഈമാൻ വരുള്ളൂ. അല്ലെങ്കിൽ യുക്തിവാദിയാവും, ലിബറലിസ്റ്റാവും, നിരീശ്വരവാദിയാവും, സർവമതസത്യവാദിയാവും, സ്ത്രീപക്ഷവാദിയാവും, പല സംഭവവും. അതുകൊണ്ടാണെങ്കിൽ എന്ത് വേണം? കുട്ടികൾക്ക് നബിതങ്ങളെ പഠിപ്പിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനിയുള്ള കാലം എന്ന് പറഞ്ഞാൽ വിവാദങ്ങൾ ഏറുന്ന കാലമാണ്, കുറയുന്ന കാലമല്ല. എല്ലാ കാര്യവും വിവാദമാവും, അങ്ങനത്തെ ഒരു കാലമാണ്. പുതിയ പുതിയ വിവാദങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഏറ്റവും അടുത്ത് വന്നൊരു വിവാദമുണ്ട്. ഒരിക്കൽ ഒരാൾ നബിതങ്ങൾക്ക് കുറച്ച് കള്ള് കൊണ്ടേ കൊടുത്തു എന്നാണ്, ലേശം കള്ള്. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ അത് മേടിച്ചിട്ട് ചോദിച്ചു, അല്ലടാ ഇത് ഇജ്ജ് മറച്ചു പിടിച്ചിട്ട് തന്നെയല്ലേ കൊടുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അതേ നബിയെ, ഞാൻ അത് ഇല കൊണ്ട് മറച്ചു പിടിച്ചാണ് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞു. എന്നങ്ങോട്ട് കാട്ടിക്കാരനാണ്ട് വാങ്ങി കുടിച്ചു എന്നാണ്. ഇതുകൊണ്ട് കേൾക്കുമ്പോ നമുക്ക് എന്താ തോന്നുക? ശരിക്കും അടച്ചോനെ എന്തെങ്കിലും പറ്റിപ്പോയോന്നാവട്ടോ, ഇതുവരെ പറഞ്ഞതൊക്കെ ബാത്തിലായോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈമാൻ ഉണ്ട് എന്ന് പറഞ്ഞതിന് ഒരർത്ഥമില്ല. ഇന്റെ നബിൻ്റെ ഇരുന്ന് അങ്ങനെ പറ്റൂല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈമാൻ കറക്റ്റാണ്. മറുപടി പിന്നെയാണ്, മറുപടി ഒന്നും ആവശ്യമില്ല. 10,000 ചോദ്യം അതിന് ഉത്തരം പഠിച്ചങ്ങാണ്ട് മുസ്ലിമായി എന്ന് വിചാരിക്കുക. 10,001 ചോദ്യം വരുമ്പോ എന്താ കാട്ടുക? ഈമാൻ എന്ന് പറഞ്ഞാൽ ചോദ്യത്തിലൊന്നല്ല. മുസ്തഫായ നബിനോട് എത്രണ്ട് താല്പര്യമുണ്ടോ അതാണ് ഈമാന്. ഇന്റെ നബിൻ്റെ ഇരുന്ന് അങ്ങനെ ഒരു അബദ്ധം പറ്റൂല എന്ന് വിശ്വസിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? ഈമാൻ കറക്റ്റാണ്. മറുപടി രണ്ടാമത്തെ കാര്യം. ഒന്നാമത്തെ കാര്യം ഈമാനാണ്. ഇത് നമുക്ക് സ്വഹാബത്തിനെ പരിശോധിച്ചാൽ കാണാൻ പറ്റും. ഉമർ റളിയല്ലാഹു അൻഹുവിനെ പരിശോധിച്ചാൽ കാണാൻ പറ്റും. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പരിശോധിച്ചാൽ കാണാൻ പറ്റും. ആരെ പരിശോധിച്ചാലും കാണാം. മറുപടി രണ്ടാമത്തെ ഒരു കാര്യം. വേറൊരു പുതിയ വിവാദമുണ്ട്. എന്താണെന്നറിയോ? ഒരിക്കൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഈത്തപ്പനത്തോട്ടത്തിൽ ചെന്നു. അപ്പോൾ അവിടെ ഒരു പെണ്ണ് നിൽക്കുന്നുണ്ടായിരുന്നു. നബിയെ കണ്ടപ്പോൾ ആ പെണ്ണ് പറഞ്ഞു, ഒരാട്ടിടയന്റെ കൂടെ ശയ്യ പങ്കിടാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആളുകളോട് അവൾക്കൊരു കൂട്ട് വസ്ത്രം വാങ്ങിക്കൊടുത്ത് പറഞ്ഞേക്കാൻ വേണ്ടി നബി തങ്ങൾ നിർദ്ദേശിച്ചു. ഇതാണ് സംഭവം. ഇതിപ്പോൾ അങ്ങോട്ട് കേൾക്കുമ്പോൾ നമുക്ക് എന്താ തോന്നുക? ഇടച്ചോനെ ഏത് പെണ്ണായിരുന്നു എന്നാവോ, പറ്റിച്ചോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈമാൻ ഉണ്ട് എന്ന് പറഞ്ഞതിന് ഒരർത്ഥമില്ല.
അല്ല എൻ്റെ നബിൻ്റെ അടുത്ത് അങ്ങനെ ഒരു അബദ്ധമൊന്നും പറ്റൂല എന്ന് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? ഈമാൻ കറക്റ്റാണ്. മുഹമ്മദ് നബിയിൽ വിശ്വാസം വരാതെ മുഹമ്മദ് നബി പറഞ്ഞ അള്ളാഹുവിൽ വിശ്വാസം വരൂല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഈമാൻ കൊള്ളാതെ മുഹമ്മദ് നബി പറഞ്ഞ അള്ളാഹുവിൽ ഈമാൻ കൊള്ളാൻ കഴിയൂല. ജൂതന്മാര് കാഫിറായത് അള്ളാഹുവിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടല്ല, മുഹമ്മദ് നബിയിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ്. ജൂതന്മാര് കാഫിറ എന്തേ കാരണം? അള്ളാഹുവിൽ വിശ്വാസമില്ലായിട്ടൊന്നല്ല. ഓല അള്ളാഹു തആലാക്കന്നെ ഇബാദത്ത് ചെയ്യണത്. ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ ഖബർ സംരക്ഷിക്കുന്നത് ജൂതന്മാരാണ്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ഖബർ സംരക്ഷിക്കുന്നത് ജൂതന്മാരാണ്. യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ ഖബർ സംരക്ഷിക്കുന്നത് ജൂതന്മാരാണ്. യാക്കൂബ് നബിയുടെയും യൂസുഫ് നബിയുടെയും ഖബറുള്ളത് ഇബ്രോൺ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഹറം ഇബ്രാഹിം എന്നാണ് അതിന്റെ അറബിയിലുള്ള പേര്. പള്ളിയുടെ ഉള്ളിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഖബറുണ്ട്. അതിനോട് ചേർന്ന് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ ഖബറുണ്ട്. അതിനോട് ചേർന്ന് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ഖബറുണ്ട്. മുസ്ലിങ്ങൾക്ക് നിസ്കരിക്കാൻ അവകാശം നൽകപ്പെടാറുണ്ട്. പള്ളിന്റെ ഉള്ളിൽ ഇബ്രാഹിം നബിയുടെ ഖബർ പള്ളിന്റെ ഉള്ളിലായതുകൊണ്ട് ഇബ്രാഹിം നബിയുടെ ഖബർ മുസ്ലിങ്ങൾക്ക് സന്ദർശിക്കാം. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ഖബർ മുസ്ലിങ്ങൾക്ക് സന്ദർശിക്കാൻ പ്രയാസാണ്. യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ ഖബർ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരിക്കലും മുസ്ലിങ്ങൾക്ക് സന്ദർശിക്കാൻ കഴിയില്ല. എന്നാൽ ജൂതന്മാരത് സംരക്ഷിക്കണില്ലേ? എന്താ പോലെ കുഴപ്പം? ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ ഖബർ ജൂതന്മാരടുത്താണ്. ജൂതന്മാരുടെ തൗറാത്ത് പാരായണം എന്ന പേരിൽ ഇന്ന് യൂട്യൂബിൽ വന്നുകൊണ്ടിരിക്കുന്ന വീഡിയോകൾ കുറെ ഉണ്ടാവും. അതൊക്കെ ദാവൂദ് നബിയുടെ ഖബറിന്റെ അടുത്താണ്. മുസ്ലിങ്ങൾക്ക് സിയാറത്ത് ചെയ്യാൻ അവസരം കൊടുക്കാറുണ്ട്. തൗറാത്ത് ജൂതന്മാര് സ്ഥിരമായി, നമ്മളെ പഴയ കാലത്ത് യാമം മുറിയാതെ എന്ന് പറയല്ലോ, 365 ദിവസം 24 മണിക്കൂറും തുടർച്ചയായി ആളുകൾ പാരായണം ചെയ്യുന്ന സ്ഥലമാണ് സയ്യിദുനാ ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ ഖബറുള്ള സ്ഥലം. എന്താ ഓൽക്ക് കുഴപ്പം? മുഹമ്മദ് നബിയിൽ താല്പര്യമില്ലാത്തതാണ് പ്രശ്നം. ഈമാന്റെ അസ്ല് മുഹമ്മദ് നബിയിലുള്ള താല്പര്യമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ക്രിസ്ത്യാനികൾ കാഫിറായത് അള്ളാഹുവിൽ വിശ്വാസമില്ലാഞ്ഞിട്ടല്ല. ക്രിസ്ത്യാനികൾ കാഫിറായത് മുഹമ്മദ് നബിയിൽ താല്പര്യമില്ലാത്തതിനാലാണ്. അതുകൊണ്ട് ഈമാന്റെ അടിസ്ഥാനം മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള താല്പര്യമാണ്. അത് കുട്ടികളെ നല്ലോണം പഠിപ്പിക്കണം. ഇനി വേറെ ഒന്നുണ്ട്. നുബുവത്ത്, റിസാലത്ത്, മുഹമ്മദിയത്ത്, ഇത് മൂന്നാണ്. നുബുവത്തും റിസാലത്തും 40 വയസ്സ് കഴിഞ്ഞിട്ടാണ് നബി തങ്ങൾക്ക് കിട്ടിയത്. മുഹമ്മദിയത്ത് അതിന്റെ മുമ്പ് തന്നെ കിട്ടിയിട്ടുണ്ട്. റബീഉൽ അവ്വൽ 12 റസൂലിന്റെ ജന്മദിനം അല്ല, നബിയുടെ ജന്മദിനവുമല്ല, മുഹമ്മദിന്റെ ജന്മദിനാണ്. 40 കൊല്ലം കഴിഞ്ഞിട്ടാണ് നുബുവത്തും റിസാലത്തും ലഭിച്ചിട്ടുള്ളത്. 40 വയസ്സ് പൂർത്തിയാകുന്നതിന്റെ മുമ്പുള്ള മുഹമ്മദിന് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും ഒരു കുറവുണ്ടായിരുന്നു എന്നൊരാൾ പറഞ്ഞാൽ ഈ ദീനിന്റെ ഉമ്മരപ്പടിയുടെ അപ്പുറത്ത് കണ്ടു പോകാം, ഉള്ളിക്കണ്ട് കിടക്കാൻ പറ്റൂല. 40 വയസ്സ് തികയണതിന്റെ മുന്നുള്ള മുഹമ്മദ് നബിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും ഒരു കുറവുണ്ടായിരുന്നു എന്നൊരാൾ പറഞ്ഞാൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ അകത്തേക്ക് കടക്കാൻ പറ്റൂല, ഓന് പുറത്തേക്കാം. തന്നെ ഇനി പറഞ്ഞ സംഗതി അറിയണത്. അതുകൊണ്ട് കുട്ടികൾക്ക് നബി തങ്ങളെ നല്ലോണം പഠിപ്പിക്കണം. അതാണ് ഈമാന്റെ അസ്ല് എന്ന് പറയുന്നത്. അതൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ല എന്ന് ചോദിച്ചാൽ എല്ലാം പഠിച്ചിട്ടുണ്ട്, നമ്മൾ മറന്നു. ഈ ഇരിക്കണയിൽ ഇപ്പം ആരും മയ്യത്ത് നിസ്കാരം പഠിക്കാത്ത ആളുണ്ടാവില്ല. പക്ഷെ എന്താ പിന്നെ നമ്മൾ മറന്നതിൻ്റെ കാരണം? നമ്മളിങ്ങനെ കൈയ്യട്ടിയിട്ട് ഒന്നാമത്തത് ഫാത്തിഹയാണ്, രണ്ടാമത്തത് സലാത്താണ് എന്നറിയാം, മൂന്നാമത്തത് ചിലവർക്ക് ഓർമ്മ ഉണ്ടാവും മയ്യത്തിന് ദ്വാരക്കാ വേണ്ടത്, നാലാമത്തത് ഇപ്പം എന്താ ഒരു പിടുത്തും കിട്ടൂല കൈയ്യട്ടിയാൽ. പഠിക്കായിട്ട അല്ല, മറന്നു. എന്തുകൊണ്ട് മറന്നു? മറന്നതിൻ്റെ കാരണം 12 വയസ്സിന് മുമ്പ് ഹിഫ്ള് ആക്കൽ മാത്രമാണ് നടക്കുക, ജീവിതത്തിൽ ഉപകാരപ്പെടാൻ വേണ്ടി പഠിക്കൽ നടക്കൂല. നമ്മളൊക്കെ ഈ മലബാറിലൊക്കെ മുമ്പ് പെൺകുട്ടികളെ കെട്ടിക്കുമ്പോൾ ഉസ്താദ്മാർക്ക് തുണിയും കുപ്പായും കിട്ടിയിരുന്നു. ഇപ്പോൾ കിട്ടലില്ല. ഈ സയ്യിദുലമ പറഞ്ഞതിൻ്റെ പേരിലിട്ട് AC വെച്ചു കൊടുത്തെങ്കിലേ ഉള്ളൂ. മുമ്പൊക്കെ പെൺകുട്ടികളെ കെട്ടിക്കുമ്പോൾ ഉസ്താദ്മാർക്ക് തുണിയും കുപ്പായും കിട്ടും. ഈ തുണിയും കുപ്പായും കിട്ടുക 8ാം ക്ലാസ്സിൻ്റെ മേലെ പഠിപ്പിച്ച ഉസ്താദിനാണ്.
അതെന്താ കാര്യം എന്നറിയങ്ങള്? 12 വയസ്സ് കഴിഞ്ഞതിന് ശേഷമുള്ള ഗുരുനാഥന്മാരെയാണ് ഓർക്കുക, അല്ലാത്തത് വേഗം മറക്കും. 12 വയസ്സ് കഴിഞ്ഞാലാണ് ഞാൻ പഠിക്കുന്നത് എനിക്ക് വേണ്ടിയാണ് എന്ന് ചിന്തിക്കാൻ പറ്റുകയെന്നാണ്. അതിൻ്റെ മുന്നേ പഠിക്കണതൊക്കെ ഒന്നുകിൽ ഉസ്താദ്മാർക്ക് വേണ്ടിയിരിക്കാറ്, അല്ലെങ്കിൽ വാപ്പാർക്ക്, അല്ലെങ്കിൽ ഉമ്മാക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ റബീഉൽ അവ്വൽ 12-ന് സമ്മാനം കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കിട്ടാൻ, അല്ലെങ്കിൽ വലിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ കൂജ കിട്ടും, അതിന് വേണ്ടിയിട്ടൊക്കെയാണ് പഠിക്കൽ. ജീവിക്കാൻ വേണ്ടി പഠിക്കണമെങ്കിൽ 12 വയസ്സ് കഴിയണം. അള്ളാൻ്റെ അനുഗ്രഹം കൊണ്ട് അപ്പോത്തിന് 2 സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടാവും. സർട്ടിഫിക്കറ്റ് ഒക്കെ വേണ്ട തന്നെയാണ്, പക്ഷെ നമ്മൾ ഈ സർട്ടിഫിക്കറ്റ് വല്ലാതെ ചുയിപ്പാക്കുന്നുണ്ട്. 2 സർട്ടിഫിക്കറ്റ് കിട്ടും. ഒന്ന് 5ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റും കിട്ടും, ഒന്ന് 7ലെ സർട്ടിഫിക്കറ്റും കിട്ടും. അതാണെങ്കിൽ ഉസ്താദ്മാർ ഫ്രെയിം ചെയ്ത് കാണ്ടൊരു കൊടുന്നെരിഞ്ഞ് കൊണ്ടുപോയിട്ടാണ് തൂക്കിയാൽ മതി. അത്യാവശ്യം പുതിയാപ്പിളാർ കാണാൻ വരുമ്പോൾ കുട്ടിൻ്റെ വയസ്സറിയാൻ 2 സർട്ടിഫിക്കറ്റ് ധാരാളമായതിനാൽ 7ാം ക്ലാസ്സിന് മുമ്പായിട്ട് പഠനം അവസാനിപ്പിച്ചതാണ് ഓർമ്മയില്ലാത്തതിൻ്റെ കാരണം.